2014 ശേഷം പഠിച്ച പണി 18 നോക്കിയിട്ടും കോൺഗ്രസിന് ആ പഴയകാല പ്രതാപത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. ഏക പ്രതീക്ഷയായിരുന്ന ഇന്ത്യ സഖ്യവും ഏറെക്കുറെ പൊളിഞ്ഞ മട്ടാണ്. മാത്രമല്ല, ഘടകകക്ഷികളുടെ ഒറ്റപ്പെടുത്തലും വിമർശനങ്ങളും വേറെ. 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അക്ഷരാർത്ഥത്തിൽ പരാജയപ്പെട്ടതോടെ കോൺഗ്രസിന് നിലനിൽപ്പ് തന്നെ ഭീഷണിയായി മാറുകയായിരുന്നു. സ്വാഭാവികമായും ഇനി നടക്കാൻ പോകുന്ന ബീഹാർ, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിന് ഏറെ നിർണായകമാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെങ്കിലും അസ്തിത്വം തെളിയിക്കണമെങ്കിൽ പണി ഒന്നിൽ നിന്നും തുടങ്ങണമെന്ന് വൈകിയാണെങ്കിലും കോൺഗ്രസ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി AICC സമ്മേളനത്തിന് മുൻപായി രാജ്യത്താകമാനമുള്ള DCC അധ്യക്ഷന്മാരുടെ സമ്മേളനം വിളിച്ചു ചേർക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു. DCCകളെ എങ്ങനെ ശക്തിപ്പെടുത്താമെന്നും സംഘടനയുടെ പ്രധാന കേന്ദ്രങ്ങളാക്കി DCCകളെ എങ്ങനെയാക്കാമെന്നും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. മാർച്ച് 27, 28, ഏപ്രിൽ 3 ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുക. ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഭവനിൽ DCC അധ്യക്ഷന്മാരെ 3 ബാച്ചുകളാക്കി തിരിച്ചാണ് സമ്മേളനം. ചൊവ്വാഴ്ച ചേർന്ന AICC ജനറൽ സെക്രട്ടറിമാരുടെയും സ്റ്റേറ്റ് ഇൻചാർജുമാരുടെയും യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമായത്. ഏപ്രിൽ 8, 9 ദിവസങ്ങളിലായാണ് അഹമ്മദാബാദിൽ AICC സമ്മേളനം നടക്കുന്നത്. സംഘടനയുടെ പ്രധാന കേന്ദ്രങ്ങളാക്കി DCCകളെ എങ്ങനെയാക്കാമെന്ന് മാർച്ച് 27, 28, ഏപ്രിൽ 3 ദിവസങ്ങളിലെ നടക്കുന്ന സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് AICC ജനറൽ സെക്രട്ടറിയായ ജയറാം രമേശ് പറഞ്ഞിരുന്നു. ബലഗാവിൽ ചേർന്ന സമ്മേളനത്തിന്റെ തീരുമാനം 2025 സംഘടന ശക്തിപ്പെടുത്താനുള്ള വർഷമാണെന്നാണ്. ഈ നിലപാടിന്റെ ഭാഗമായാണ് DCC അധ്യക്ഷന്മാരുടെ സമ്മേളനമെന്നും ജയറാം രമേശ് പറഞ്ഞു. എന്നാൽ 15 വർഷത്തിന് ശേഷമാണ് രാജ്യത്തെ DCC അധ്യക്ഷന്മാരുടെ യോഗം നടത്താൻ കോൺഗ്രസ് തയ്യാറാകുന്നത് എന്ന സവിശേഷത ഈ യോഗത്തിനുമുണ്ട്. DCCകൾ കേന്ദ്രീകരിച്ച് പാർട്ടി കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകണമെന്ന് നേരത്തെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള നേതാക്കൾ അഭിപ്രായപ്പെട്ടിരുന്നു. പാർട്ടിയിൽ അധികാര വികേന്ദ്രീകരണം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ഹൈക്കമാൻഡ് ഇപ്പോഴുള്ളത്. ഇതിന്റെ ഭാഗമായി പാർട്ടി പ്രവർത്തനത്തിന്റെ കേന്ദ്രമായി DCCകളെ മാറ്റാനാണ് ലക്ഷ്യം. ഇതിനെ തുടർന്നാണ് അധ്യക്ഷന്മാരുടെ യോഗം. ഏപ്രിൽ 8, 9 തീയതികളായി ഗുജറാത്തിൽ നടക്കുന്ന AICC സമ്മേളനത്തിന് മുൻപ് DCC അധ്യക്ഷന്മാരുടെ യോഗം നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ പല സംസ്ഥാനങ്ങളിലും പുതിയ DCC അധ്യക്ഷന്മാരെത്തിയിട്ടില്ല. അതിനാൽ തന്നെ പുതിയ DCC അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തതിന് ശേഷമായിരിക്കും സമ്മേളനം നടക്കുക. കേരളം, കർണാടക, ഹരിയാന സംസ്ഥാനങ്ങളിൽ പുതിയ DCC അധ്യക്ഷന്മാരെ നിയമിക്കും. ഹരിയാനയിലാകെ കഴിഞ്ഞ 10 വർഷമായി താഴെത്തട്ടിലെ കമ്മിറ്റികൾ വളരെ നിർജ്ജീവമാണ്. 2009 ഇതിനു മുൻപ് ഹൈക്കമാൻഡ് DCC അധ്യക്ഷന്മാരുടെ യോഗം വിളിച്ചു ചേർത്തത്. ബ്ലോക്ക് പ്രസിഡന്റുമാരും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ഈ യോഗം 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ചേർന്നത്. വീണ്ടും അധികാരത്തിലെത്താൻ ഈ യോഗം സഹായിച്ചുവെന്ന് മുതിർന്ന നേതാക്കളുടെ വിലയിരുത്തലുമുണ്ടായിരുന്നു. ഡൽഹി കേന്ദ്രീകരിച്ച് തീരുമാനമെടുക്കുന്ന ശൈലി RSS, BJP പ്രവർത്തന രീതിയെ നേരിടുന്നതിന് പര്യാപ്തമല്ല എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് വിലയിരുത്തിയിരുന്നു. അതിനാൽ താഴെത്തട്ടിൽ ശക്തമായ സംഘടനാ സംവിധാനം രൂപപ്പെടണമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ ആവശ്യം. എന്നാൽ അതേസമയം തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിന് ഏറെ നിർണായകമായതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലേക്ക് ഒരു പ്രചരണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ പ്രചരണ തന്ത്രം ഇറക്കുകയാണ് കോൺഗ്രസ്. ഇതിനായി ചുക്കാൻ പിടിക്കുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമാണ് എന്ന വിവരങ്ങളും പുറത്തു വന്നിട്ട് 2 ദിവസമായി. പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ച് കോൺഗ്രസിന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷ കേരളത്തിൽ ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ കേരളം കൈവിട്ടു പോവുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരിക്കും. അതുകൊണ്ട് കേരളത്തിലെങ്കിലും ഭരണം പിടിക്കുക എന്ന ലക്ഷ്യം യഥാർത്ഥത്തിൽ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കളത്തിലിറക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും തമിഴ്നാട്, കേരളം, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എന്തുകൊണ്ടും നിർണായകമാക്കി മാറ്റുക തന്നെയാണ് കോൺഗ്രസിന്റെയും ലക്ഷ്യം. കോൺഗ്രസിന് ഇനിയൊരു ഘടകകക്ഷിയുമായി സഖ്യം ചേർന്നുകൊണ്ടുള്ള മത്സരത്തിലേക്ക് എത്രമാത്രം സാധ്യമാക്കുമെന്നുള്ള ചോദ്യം ഇപ്പോഴും ഭീഷണിയായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഇനിയൊരു സഖ്യം ചേരലിന് തയ്യാറല്ല എന്ന് കഴിഞ്ഞ ദിവസം അതിഷി പ്രഖ്യാപിക്കുകയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സ്വയം ഉയർത്തെഴുന്നേൽക്കുകയല്ലാതെ മറ്റ് മാർഗങ്ങൾ ഒന്നുമില്ല എന്ന തിരിച്ചറിവ് തന്നെയാണ് കോൺഗ്രസിന്റെ ഈ സുപ്രധാന നീക്കത്തിനെല്ലാം തന്നെ പിന്നിൽ.